എന്നെന്നും കരുതുന്നോനീശു, എന്നെന്നും കാക്കുന്നോനീശു, എന്നെന്നും കരുതുന്നോനീശു, എന്നെന്നും കാക്കുന്നോനീശു. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഇച്ഛവാണോ, ഉഷസ്സോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ, ദുഃഖമോ പട്ടിണിയോ ആപത്തോ ഇച്ഛവാണോ, ഉഷസ്സോ സന്ധ്യയതോ ഇരുളോ പ്രകാശമോ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ, എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അനുദിന ചിന്താവിഷയം, He sent his word and healed them. അവൻ തന്റെ വചനത്തെ അയച്ചു അവരെ സൗഖ്യമാക്കി. സങ്കീർത്തനങ്ങൾ 107 20 വാക്യം. Psalm 107 verse 20. He sent his word and healed them and delivered them from their destructions. ദൈവം തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ആമേൻ. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവൻ നൽകിയ മനോഹരമായ ദിനത്തിനായി നന്ദി പറയുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയും. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് ഒരു ബാധയും കൂടാരത്തെ അടുക്കാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തന്നുകൊണ്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ ആകർഷിച്ച് അടുപ്പിച്ച് അവിടുത്തെ പ്രകാരങ്ങളിൽ വീണ്ടും നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തന്റെ വചനമയച്ച അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്താലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അറിയാം. തന്റെ വചനമയച്ച് സൗഖ്യപ്പെടുത്തിയ അതേ വചനം തന്നെയായ കർത്താവ് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. The centurion answered and said, Lord, I am not worthy that you should come under my roof, but speak the word only, and my servant shall be healed. സ്തോത്രം. ശതാധിപന്റെ വിശ്വാസത്തെ ഒന്ന് നോക്കുക. അവൻ തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ അതേ ദൈവം തന്നെ പുതിയ നിയമത്തിൽ സ്തോത്രം സംസാരിക്കുന്നത്. സ്തോത്രം. നമുക്കും ശതാധിപനെ പോലെ പറയാം, കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ മാർത്തയോട് പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം, അത്ഭുതം നടന്നിരിക്കും. മാർത്തയോട് കർത്താവ് പറഞ്ഞത്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ശതാധിപന്റെ ആ വിശ്വാസം കണ്ട് കർത്താവ് തന്റെ വചനം അയച്ച തന്റെ ഭൃത്യനെ സൗഖ്യപ്പെടുത്തി. സ്തോത്രം. ഇന്നും
ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല, ഇതിന്റെ സൃഷ്ടാവായ ദൈവമാണ്. ആ ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. അവന്റെ വചനം അതിവേഗം ഓടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം ഈ ലോകത്തിന്റെ ദൈവവചനം മുടക്കുന്ന വിലക്കിയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വിസയോ പാസ്പോർട്ടോ ഒന്നും വേണ്ട. എന്റെ കർത്താവിന്റെ വചനം എയറിലൂടെ എല്ലാ രാജ്യത്തേക്കും പോവുകയാണ്. 24/7 സ്തോത്രം. 24 മണിക്കൂറും 7 ദിവസവും ദൈവം തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ ആജ്ഞ ഒരു ദിവസം പോലും മുടങ്ങാതെ അവിടെ നയിച്ചിരിക്കുന്നത് കൊണ്ടാണ് നാം ഇന്നും ഈ പ്രാണവായു ശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്വസിക്കുന്ന വായു പോലും നമ്മുടെ കർത്താവിൻ്റെതാണെന്ന് ഓർമ്മയുണ്ടല്ലോ. സ്തോത്രം. ആ ഓക്സിജന് വില കൊടുത്ത് വാങ്ങിച്ച ഒരവസരം ഉണ്ടായിരുന്നു. സ്തോത്രം. വീണ്ടും 103-ാം സങ്കീർത്തനത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: കർത്താവ് നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ദ ബെസ്റ്റ് ഡോക്ടർ ആൻഡ് ദ ഓൺലി ഡോക്ടർ, മഹാവൈദ്യൻ, വൈദ്യന്മാരുടെ വൈദ്യൻ കർത്താവ് യേശുക്രിസ്തുവാണ്. ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയില്ലേ, ഞങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഭൂമിയിലെ ഡോക്ടേഴ്സിന് കാണിച്ചു തരാൻ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിന്റെ പേരാണ് കർത്താവ് യേശുക്രിസ്തു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അത് സംഭവിച്ചത് എപ്പോഴാണെന്നറിയാം? കാൽവരിയിലെ എന്നേക്കുമായുള്ള ഏക ബലിയിൽ ശാപത്തെയും രോഗത്തെയും പാപത്തെയും ആഴിയുടെ ആഴങ്ങളിലേക്ക് തള്ളി അവൻ നമ്മളെ എന്നേക്കുമായി പൂർണ്ണരാക്കി. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ സൗഖ്യം കാണും. സ്തോത്രം. വീണ്ടും ദൈവത്തിന്റെ വചനം സങ്കീർത്തനങ്ങൾ 30-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: എന്റെ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. സ്തോത്രം. യു കോൾ അപ്പൺ മീ ആൻഡ് ഐ വിൽ ആൻസർ യു. കർത്താവായ യേശുക്രിസ്തു ഈ വൈദ്യന്റെ നമ്പർ തന്നിട്ടുണ്ട്. സ്തോത്രം. നമ്മളെല്ലാവരും ഈ ഭൂമിയിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ പേഴ്സണൽ ഫോണുണ്ട്, അവരുടെ പേഴ്സണൽ നമ്പറും ഉണ്ട്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ആ നമ്പറൊന്ന് തരുവോ? ഇത്തരത്തിലുള്ള നമ്പറൊക്കെ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. ഈ കോൾ അപ്പോൺ മീ ആൻഡ് ഐ വിൽ ആൻസർ യു. യിരെമ്യാ 33:3. സ്തോത്രം. വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ സൗഖ്യത്തിന്റെ കരം നമ്മുടെ മേൽ നീട്ടും. എന്റെ ദൈവമായ യഹോവേ, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. അതെ, സ്തോത്രം. ഈ സൗഖ്യത്തിന്റെ കരം ഓരോ പ്രഭാതത്തിലും ഓരോ കുടുംബത്തിലേക്ക് വരികയാണ്, ഓരോ മക്കളുടെ അവസ്ഥയിലേക്ക് വരികയാണ്. അത് ഹോസ്പിറ്റലിലായാലും വീട്ടിൽ രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നാലും എവിടെ ആയിരുന്നാലും ഏത് മണ്ഡലത്തിലായിരുന്നാലും വെളിപ്പുറത്ത് വരുന്ന ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിന്റെ പ്രത്യേകിച്ച് കൺസൾട്ടിംഗ് ഫീസ് ഒന്നുമില്ല. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ഡോക്ടറേറ്റിന്റെ പ്രത്യേകത അങ്ങനെയാണ്. സ്തോത്രം. നോ കൺസൾട്ടിംഗ് ഫീ. സ്തോത്രം. ജസ്റ്റ് കോൾ, ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾ വിളിക്കുന്ന വ്യക്തി മറ്റൊരു കോളിലാണ് എന്നൊരു റിട്ടേൺ റിപ്ലൈ ഒന്നും വരത്തില്ല. അറ്റ് എനി ടൈം, സമയത്തും അസമയത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആ ദൈവമാണ് വചനത്തിലൂടെ പറയുന്നത്. അവൻ തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. സങ്കീർത്തനങ്ങൾ 147-ൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സ്തോത്രം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെണ്ടുലമാടുന്നു ജീവിതം. അത് ജീവിതം. സുഖദുഃഖ സമ്മിശ്രങ്ങളുടെ ഒരു സ്തോത്രം ഹബ്ബാണല്ലോ നമ്മുടെ ജീവിതം. എപ്പോഴും മനം സൗഖ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കില്ലല്ലോ. കലക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഒരു വേലിയേറ്റം ഉണ്ടാകുമല്ലോ. വേലിയേറ്റവും വേലിയിറക്കവും. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥൻ. അവൻ നമ്മുടെ മനം അറിയുന്നവൻ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിയുന്നവൻ ഈ ഡോക്ടറാണ്. ഈ ഡോക്ടറിന്റെ പ്രത്യേകത, നമ്മുടെ പ്രീ ഹിസ്റ്ററി ഒന്നും ഡോക്ടറിനോട് പറയണ്ട. ഈ ഡോക്ടറിന് അറിയാതല്ല. സ്തോത്രം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പം ആ ഡോക്ടർ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലേ, രോഗനിർണയം നടത്തുന്നത്. പക്ഷേ യേശുക്രിസ്തു ആകുന്ന ഡോക്ടറിന് അങ്ങനെ പ്രീ ഹിസ്റ്ററി ഒന്നും വായിക്കേണ്ട കാര്യം ഇല്ല. യു നോസ് വാട്ട് യു ആർ. നമ്മുടെ
എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ്. ഈ ഡോക്ടറിന്റെ പ്രത്യേകത, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. ഈവൻ നമ്മളുടെ ഭൂമിയിലുള്ള ഡോക്ടേഴ്സിനും ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അവരും ഈ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചെന്നൊക്കെ പറയുന്ന പോലെ ഡോക്ടേഴ്സിനും രോഗികളാവും. ഡോക്ടേഴ്സിനും പ്രശ്നമുണ്ട്. ഡോക്ടേഴ്സിന് ഹൃദയത്തിൻ്റെതായ വിഷയങ്ങളുണ്ട്, മനസ്സിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അവർക്കും സൗഖ്യം കൊടുക്കുന്ന ഒരേ ഒരു ഡോക്ടർ കർത്താവ് യേശു ക്രിസ്തു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. അപ്പൊ ആ മനം തകർന്ന അവസ്ഥയിൽ ആരാണോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് വരുന്നത്, സൗഖ്യം അവിടെയാണല്ലോ വേണ്ടത്. മനസ്സിനൊരു സൗഖ്യം കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരത്തിനൊരു വിടുതലുണ്ടാകും. അതൊരു സ്തോത്രം, ഓഫറാണ്. മനം തകർന്നവരെ യേശു സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കിട്ടുകയും ചെയ്യും. മുറിവേറ്റുകൊണ്ട് മുറിവുണക്കുന്ന ഒരേ ഒരു വൈദ്യൻ, ആ വൈദ്യന്റെ പേരാ കർത്താവ് യേശു ക്രിസ്തു. ആ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ആ വചനത്തിലൂടെ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. സ്തോത്രം. ഹൃദയ തുറവിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവേ, അവിടുത്തെ വചനത്താൽ എന്നെ സൗഖ്യമാക്കണമേ, എന്റെ കുടുംബത്തെ സൗഖ്യമാക്കണമേ, ഞാൻ ആയിരിക്കുന്ന മണ്ഡലത്തെ സൗഖ്യമാക്കണമേ. സ്തോത്രം. തീർച്ചയായിട്ടും അവൻ സൗഖ്യം തന്നുമിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം. സ്നേഹവനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കുടുംബമായി ഒരു ഹീലിംഗ് ഞങ്ങൾ ഓരോരുത്തർക്കും തരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ അവിടുത്തെ സൗഖ്യത്തിന്റെ കരം ഓരോ നിമിഷവും വചനമയച്ച് കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. സ്തോത്രം. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് തൊട്ടു സൗഖ്യമാക്കണമേ. കുഞ്ഞുങ്ങളുടെ മനസ്സിന്, ഹൃദയത്തിനും ചിന്താമണ്ഡലത്തിലും ഏറ്റിരിക്കുന്ന സകല മുറിവുകളും എൻ്റെ കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. മുറിവേറ്റ ബന്ധങ്ങൾ സൗഖ്യമാകട്ടെ. മുറിവേറ്റ കുടുംബങ്ങൾ സൗഖ്യമാകട്ടെ. മുറിവേറ്റ കൂട്ടായ്മയിലുള്ള സ്തോത്രം ബന്ധങ്ങൾ സൗഖ്യമാകട്ടെ. സ്തോത്രം കർത്താവ്. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. സ്തോത്രം. അവിടുന്ന് തരാതെ ഞങ്ങൾക്കൊന്നുമില്ലപ്പ. സ്തോത്രം. സകലവും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അവിടുത്തെ ഉള്ളം കയ്യിൽ താങ്ങണമേ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വിശേഷ ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉള്ളം കയ്യിൽ താങ്ങണമേ. അവിടുത്തെ തിരുവചനമയച്ച ഓരോ മക്കൾക്കും അവരുടെ മേഖലയിൽ ആവശ്യമായ സൗഖ്യം കൊടുക്കുന്നതിനായി നന്ദി പറയുന്നപ്പ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്ന ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജീവനോ മരണമോ ഏതായാലും സമ്മതം, കാലമേതായാലും യേശുവനന്യൻ തന്നെ. ജീവനോ മരണമോ ഏതായാലും സമ്മതം, കാലമേതായാലും യേശുവനന്യൻ തന്നെ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോനേശു,
എന്നെന്നും കാക്കുന്നോനീശു. എന്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എന്റെ എല്ലാ കാലത്തും യേശു മതിയായ